സമയത്തും അസമയത്തും തിമോത്തിയോസിന് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കേ. എപ്പോ പറഞ്ഞാലും കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടു. ഈ പ്രാർത്ഥിക്കാൻ ആളുകളുടെ പേരും ലിസ്റ്റും എല്ലാം പറഞ്ഞെങ്കിൽ നിങ്ങളും ആ ഭാഗം വായിച്ചുകൊണ്ട് വരണം. ഒരാൾ വന്നില്ലേ അടുത്ത ആളിനോട് ഞാൻ പറയാം, അന്നേരം കറക്റ്റായിട്ട് വായിച്ചോണം, റെഡി ആയിരിക്കണം. മനസ്സിലായോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? അന്നേരം നിങ്ങൾ വിചാരിക്കുക നീ അന്നക്കണ്ടത്തിൽ ആന്റി ഇവിടെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുമായിരുന്നു. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ദേവദാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ ദൈവകാര്യങ്ങൾ ഭയങ്കര ശുഷ്കാന്തിയുള്ള എരിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോട്ടെ. ഇപ്പൊ നമ്മള് ഇന്ന് വായിക്കാൻ പോകുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 19 വരെ ഉള്ള വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചു. അവർക്ക് വായിച്ചു, ആരെങ്കിലും വായിച്ചു? അയ്യോ, ബൈബിൾ എടുത്ത് വായിക്കാൻ വരുന്ന സമയം. ബിന്ദുവിന് വായിക്കാൻ വയ്യേ? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. അല്ല എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 19. സോറി 15 തൊട്ട് 19. 15 തൊട്ട് 19. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിട്ട് സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയിൽ ഓർത്തെന്ന് പറയുന്നിടത്ത് നമുക്ക് അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു ബ്യൂട്ടി കണ്ടോ? യേശുക്രിസ്തുവിലുള്ള ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടപ്പോ കേൾക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഇങ്ങോട്ട് നോക്കിക്കുക, എല്ലാരും ഇങ്ങോട്ട് നോക്കുക. ഈ കേൾക്കുമ്പോൾ നല്ലതേ കേൾക്കാവൂ. ഈ ദൂഷണം പറയാൻ വരുന്നവൻ പറയുകയാണെങ്കിൽ ഫോൺ അങ്ങ് മ്യൂട്ട് ചെയ്ത് അവിടെ വെച്ചേച്ച് പൊക്കോ, അവൻ പറഞ്ഞേച്ച് പൊക്കോളൂ. ഈ കച്ചട കേൾക്കാനിരിക്കല്ലേ. കേൾക്കുമ്പോ എന്തോ കേൾക്കണം, നല്ലതേ കേൾക്കുള്ളൂ. പൗലോസ് പറയാ, ഞാൻ എന്തോ കേട്ടത് ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടു. ഇത് പറയാൻ നോക്കൂ? ചോണനുണ്ടെങ്കിൽ പറ. പെന്തിക്കോസിൽ ആരെങ്കിലും കുറിച്ച് നല്ല പറയുന്നത് കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇവിടെ കാക്ക മലന്ന് പറക്കും. ഒരു വാക്ക് പറഞ്ഞ് അതിനകത്തെ ന്യൂനത എടുത്തിട്ട് അതിന് 16,000. ഞാനിപ്പോ എല്ലാ മാസവും കഴിഞ്ഞ ഡിസംബർ 2024 ഈ സ്റ്റോമാ ബാഗും വെച്ച് മുന്തിരിക്കല പോലെ ട്യൂമർ ലിവറയിലുണ്ടെന്ന് പറഞ്ഞ് ആ കോളനകത്ത് അതിലും വലിയൊരു ട്യൂമർ ഉണ്ട്, മുറിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇതും വെച്ചുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ 14 കഴിഞ്ഞ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം ഞങ്ങളുടെ ചർച്ചിൽ ചെന്ന് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസിന്റെ മീറ്റിംഗ് എല്ലാം 4-ാം ശനിയാഴ്ച നടത്തും. അത് കഴിഞ്ഞേച്ച് ഈ 5-ാമത്തെ മാസം ഏപ്രില് കർത്താവ് എന്നോട് പറഞ്ഞു മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങളൊന്ന് ഓർത്തോണം, എന്റെ മുറിയിൽ ഒരു കട്ടിലേലാണ് ഞാൻ ഒന്നീ കൂടി വന്ന് ഇപ്പൊ ഈ ചാരിയസർ ഇരിക്കുന്ന പോലെ ഒരു റിക്ലൈനർ ഇരിക്കും, അല്ലെ കട്ടിലേ കിടക്കാൻ. ഈ ബാഗ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ ഇരിക്കാൻ പറ്റിയല്ല, ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ രാവിലെ 9 പോയിട്ട് വൈകിട്ട് 5 വരെ ഇരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. നല്ല ജനം കടന്നു വരികയും ചെയ്തു. പക്ഷെ ഞാൻ ഇത് ഈ ഫേസ്ബുക്കിൽ ഇതിന്റെ പോസ്റ്റ് ഇട്ടപ്പോ ഒരു ദൈവമനുഷ്യൻ അതിന്റെ അടി കമന്റ് ഇട്ടെ, ഈ ഉടായ്പെല്ലാം കളഞ്ഞേച്ചോ ഉള്ള സമയത്തിന് മാനസാന്തരപ്പെടാൻ നോക്കുന്നു. എങ്ങനുണ്ട്? അതാ പറഞ്ഞു, എന്തിനും കമന്റ് ഇടും, എന്തും പറയും. എന്തിനാ പറയുന്നെന്ന് അറിയത്തില്ല. ഈ കൃപ ഉണ്ടെങ്കിൽ വായടച്ചിരിക്കാൻ ഒരു കൃപ ദൈവത്തോട് ചോദിച്ചോണം കേട്ടോ. ആവശ്യമില്ലാത്തതിനൊന്നും അഭിപ്രായം പറയാൻ പോണ്ട. വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുത് എന്ന പുസ്തകത്തിൽ എഴുതിയേക്കുന്ന അത് കേൾക്കുന്നതാണ്. എനിക്കത് കേൾക്കണ്ട. അതിൻ്റെ ഒരു ദിവസം നിങ്ങൾക്കറിയാവോ ഷാജി പാസ്റ്റർ ഇങ്ങനാന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്കൊട്ട് കേൾക്കാൻ വേണ്ട, വിട്ടേനെ. അങ്ങനെ അത്ര വർഷമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. എന്നോട് ഇത് പറയാൻ നിൽക്കണ്ട, ഞാനും പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറയാൻ ഗട്സ് വേണം, ഗട്സ് കേട്ടോ. തങ്കമാമയ്ക്ക് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് സന്തോഷം. ഏതാണ് അപ്പം ആ വിശ്വാസത്തെയും കുറിച്ച് കേട്ടിട്ട് സകല വിശുദ്ധന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് കേട്ടോ.
അത് കേട്ടപ്പോ ഞാൻ സ്തോത്രം ചെയ്തു. പ്രാർത്ഥനയുടെ രണ്ട് സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് ഉണ്ടോ. അപ്പൊ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും കുറിച്ച് പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഈ നമ്മളെന്തേലും ഒരു വാക്യം എടുത്തു വെക്കും, പിന്നെ തമ്പുരാൻ പറയുന്ന പോലെ പറയും. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പിന്നെ കർത്താവ് സന്ദർശിച്ച ശേഷം ഇതിന്റെ 9 വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ, വായിച്ചു പെട്ടെന്ന് വായില്ലേ എന്റെ പാസ്റ്ററെ, ഇത് എന്തോ പാസ്റ്ററെ? എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർക്കക്കാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് മതി കണ്ടോ. അപ്പൊ ഇവിടെ പൗലോസ് അവിടുന്ന് കണ്ണ് കാണാതെ എഴുന്നേറ്റ്, ഞാൻ നീ പട്ടണത്തിലേക്ക് പോവാ, അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ആ പൗലോസ് വന്ന് അനന്യാസിനോട് കർത്താവ് പറയാണ്, എവിടാ താമസിക്കുന്നേ? അവൻ കർത്താവായ ഒരു ദർശനത്തെ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളിയേക്കും പറയണം. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്നിട്ട് വായിച്ചേ എന്ന് യൂദയുടെ വീട്ടിൽ തർശീശുകാരനായ ശൗൽ എന്നിട്ട് അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും മുട്ടുകുത്തുന്നത് കാണുന്ന ഒരു ദൈവം ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഒരു ദൈവമില്ലേ? നിങ്ങളൊന്ന് പറ. ഞാൻ വചനം വെച്ചാ ചോദിക്കുന്നത്. നീ മുട്ടുമടക്കുകയും നീ കരയുകയും ചെയ്താൽ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥന, നീ പ്രാർത്ഥിക്കുന്നു. അവൻ യൂദയുടെ വീട്ടിൽ അവൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ? ഇവിടെ ഇത് പ്രാർത്ഥന പറഞ്ഞു. ഇനി പെട്ടെന്ന് എനിക്ക് ഒന്ന് കൊലോസി ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ അതൊന്ന് പെട്ടെന്നൊന്ന് എടുത്തോട്ടെ. കൊലോസി ലേഖനത്തിൽ പറയാണ്, ആ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടേ. പിന്നെ എനിക്ക് ഒന്ന് 2-ാം അധ്യായത്തിലാണോ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 9 തൊട്ടാ ഒന്ന് ഞാൻ വായിച്ചേ. കൊലോസി ലേഖനം 1-ാം അധ്യായം 9 തൊട്ട്. അതുകൊണ്ട് അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും നടന്ന് ആത്മീകമായ മോളെ നിർത്തിക്ക. അന്നാൻറ്റി വല്ലതൊക്കെ പറഞ്ഞില്ലേ പിന്നെ അന്നാൻറ്റിക്ക് വിഷമം തോന്നും. നിങ്ങൾ എങ്ങനെ നടക്കണമെന്നാ പറഞ്ഞ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷൻ അനുസരിച്ച് ആ പിന്നെ എന്തായാലും പറഞ്ഞ കുർത്തയുടെ സ്ലിറ്റിങ് ഹിപ്പിന്റെ അവിടെ വരെ വെച്ച് കഴുത്തിന്റെ പുറപ്പെട്ട് കിഴിച്ച് പിന്നെ എങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്നതല്ലേ അതല്ലേ? അത് വായിച്ച സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ വായില് എന്നാ മടി? പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടന്ന് ഉണ്ടോ? നമ്മൾ നടക്കുമ്പോഴേ അമേരിക്കയാണോ കാനഡയാണോ ഇതൊന്നും തമ്പുരാന്റെ വിഷയമല്ല. ഈ ഏലം പർദീസയിൽ ഇവര് നഗ്നരാണെന്ന് കണ്ട് ഇവര് കാട്ടത്തിയുടെ ഇല പറിച്ച് വൈകുന്നേരം മാടിപ്പോ. കർത്താവ് ആദ്യം ചെയ്ത എന്താ? ഒരു മൃഗത്തെ തൊന്ന് അതിന്റെ തോല് കൊണ്ട് അവരെ വസ്ത്രം ധരിപ്പിച്ചു, അവരുടെ അനാവൃതമായിരുന്ന നഗ്നത മറച്ചു. ഞാൻ ആദ്യമായിട്ട് വേദിയിലോട്ട് ഇറങ്ങിയപ്പോ കേരളത്തിൽ ആദ്യമേ കോട്ടിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയ ഞാൻ കോട്ടിടാൻ കാരണം പരിശുദ്ധാമ്മ എന്നോട് ഡയറക്ട്ലി പറഞ്ഞു, ജഡം മരിക്കാത്തവര് ആ വ്യക്തികളിൽ ഇരിക്കുമ്പോൾ നീ നിന്റെ ശരീരത്തെ മറയ്ക്കണം. ഈ സാരി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വേഷമാണ്. ഇന്നോട്ടാ ഞാൻ ഒരു കോട്ടിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവം വളരെ, കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ദൈവം വളരെ പൊസസീവാ. നമ്മളെ ആവശ്യമില്ലാതെ ഒരാൾ നോക്കുന്നതും നമ്മളോട് കൊച്ചു വർത്താനം പറയുന്ന ഒന്നും നമ്മുടെ അപ്പന് ഇഷ്ടമല്ല കേട്ടോ. നമ്പർ വെച്ചിപ്പോയി എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിച്ചാൽ അവനെ ബ്ലോക്ക് ചെയ്തോണം.
യൂദയുടെ വീട്ടിൽ ശൗല് പ്രാർത്ഥിക്കുന്ന കണ്ട കർത്താവാ. നീ ചാറ്റ് ചെയ്യുന്നതും കാണും, തമ്പുരാനെ ചീറ്റ് ചെയ്യുന്നതും തമ്പുരാൻ കാണും. ഈ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞാൽ ഇതൊക്കെ മഹത്വം കൊടുത്തോണം. നമ്മൾ കല്ലിനെ ഒന്നും മണ്ണിന്റെ അല്ല സേവിക്കുന്നേ, നമ്മൾ ജീവനുള്ള ദൈവത്തെ. കുട്ടിജാലക്കൊത്ത കണ്ണുള്ളവനവൻ. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ കളിക്കുന്നത്. വളരെ എന്നിട്ട് പൂർണ്ണപ്രസാദത്തിന് കർത്താവിന് യോഗ്യവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും. അടുത്ത വാക്കൊന്ന് വായിച്ചോ. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. നമ്മൾ എന്ത് സംസാരിക്കുന്ന കർത്താവിന് ഇഷ്ടം, നമ്മൾ എന്ത് പറയുന്ന നമ്മുടെ കർത്താവിന് ഇഷ്ടം, ഇതെല്ലാം അവന്റെ ഇഷ്ടത്തിന് പരിജ്ഞാനത്തിനൊത്തവണ്ണം വരണം. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം, നമ്മുടെ ഇഷ്ടത്തിന്റെ അല്ല, അവന്റെ ഇഷ്ടത്തിന്റെ. മനസ്സിലായോ? ഉണ്ടോ? പ്രാർത്ഥന 2-3 പ്രാർത്ഥന ഞാൻ പറഞ്ഞു. ഇവിടെ പൗലോസ് പറഞ്ഞ പ്രാർത്ഥനയില് 3 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്ത്. കർത്താവിന്റെ ദാസൻ എനിക്ക് തന്നിരിക്കുന്ന 9 മണി വരെയുള്ള സമയം. പിന്നെ കഴിഞ്ഞ ഒരു 2-3-4 ആഴ്ച മുമ്പ് എന്റെ ശബ്ദം അങ്ങ് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ വിളിച്ചപ്പോഴും കർത്താവിന്റെ ദാസനെ ശബ്ദം തിരിച്ചു വന്ന് ഞാൻ മെസ്സേജ് തരാമെന്ന് പറഞ്ഞ് കൃപയാൽ ഇത്രയൊക്കെ ശബ്ദം ഇപ്പോൾ ഉണ്ട്. അപ്പോ ആ ആഫീസർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം ലേഖനങ്ങളുടെ റാണിയെന്ന ലേഖനത്തെ കുറിച്ച് പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതിയ 4 ലേഖനങ്ങളിൽ 1-ാമത്തെ ലേഖനമാണ് എഫെസ്യർ. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള 2-ാമത്തെ മിഷനറി യാത്രയിലാണ് എഫെസോസിലെ ഒരു സഭ രൂപം കൊണ്ടത്. 3-ാമത്തെ മിഷനറി യാത്രയിൽ ആ പട്ടണത്തിൽ തന്നെ പൗലോസ് 3 സംവത്സരക്കാലം താമസിച്ച് പ്രവർത്തിച്ചായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ 1-2 കാര്യം ആദ്യമായിട്ടുള്ള ഒന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് 1-ാമത്തെ വാക്യത്തിൽ എന്ന് പറയും, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ക്രിസ്തുയേശു വിശ്വാസികൾ. അപ്പൊ നോക്കേ, ഈ മാർഗത്തിനെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് നടന്ന ആളിപ്പൊ പറയാ, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ ഞാൻ. അന്ന് എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു. അന്ന് ഈ മാർഗത്തിനെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ചവനാ ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിലാ. അത് ഞാന് യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വാസികളാർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സത്യം സത്യം ഞാൻ പറയുകയാണെ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും മാത്രമേ നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ലോകത്തിൽ ആര് വിചാരിച്ചാലും എത്ര കോടി രൂപ കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചാലും നമുക്ക് കൃപയുണ്ടാകത്തില്ല, സമാധാനം. എന്നിട്ട് അതിന്റെ 3-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടും. അപ്പൊ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഇവിടെ കാറും വീടും ഈ മെറ്റീരിയൽ ബെനിഫിറ്റ് ആണോ, ഭൗതികവാദമാണോ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുന്നതാണോ, പ്രോസ്പെറിറ്റി തിയോളജി ആണോ? നമ്മളെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ച്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടും. കണ്ടോ? എന്നിട്ട് പറയാണ്, നാം തന്റെ സന്നിധിയിൽ, അത് അടിവരയിടണം. അയ്യോ, ഞാനത് വായിച്ചപ്പം പറക്കുപോയി. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തെന്ന് പറയാം. അപ്പൊ നാം അവന്റെ സന്നിധിയിൽ എങ്ങനെ വേണം? വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും. എന്തിനാ പുത്രനായ യേശുവിനെ തന്നെന്നുള്ളത് ഇങ്ങോട്ട് പഠിപ്പിച്ച് വരുമ്പം ഞാൻ ആ ഭാഗമൊക്കെ ഇന്നാണ് സത്യം പറഞ്ഞ ഇതിന്റെ ഈ സ്റ്റാൻഡ് എടുക്കാനൊക്കെ ഞാനങ്ങ് മറന്നു. ഇന്നലത്തെ വസ്ത്രാളത്തിനകത്ത് അതുമെല്ലാം മറന്നു. ഇതൊക്കെ ഇങ്ങനെ കൈവച്ചുകൊണ്ടൊക്കെയായി പറയുന്നു. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്
അവന് പ്രിയനായ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നിമയ്ക്കുകയും ചെയ്തല്ലോ. എന്ത് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു, എത്ര കാര്യങ്ങൾ പറഞ്ഞെന്നൊന്ന് നോക്കിക്കേ. അവന്റെ മുമ്പിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ, ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഗലാത്യലേഖനത്തിന് മറ്റാണെന്ന് തോന്നി, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്. അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ അങ്ങോട്ട് വെളിപ്പാടി വന്നു കഴിഞ്ഞപ്പോ പറയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, തിരഞ്ഞെടുക്കുക മാത്രമല്ല എന്തെടുത്തു, ആ വാക്യം വായിച്ചാട്ട്, 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം, അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ. ഞാൻ ഓരോന്ന് പറയാം, കർത്താവിന്റെ ദാസി, ഓരോന്ന് ഞാൻ പറയാം. അപ്പൊ ഒന്ന്, നമുക്ക് വേണ്ടി അവൻ എന്തൊക്കെയാ ചെയ്തത്? ഒന്ന്, അവൻ നമ്മെ അനുഗ്രഹിച്ചു. 2, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. 4-ാമത്തെ വാക്യം വരുമ്പോൾ പിന്നെ പറയാണ്, 6-ാമത്തെ വാക്യത്തിലോട്ട് പറയാം, അവൻ നമ്മെ മുൻനിയമിച്ചു. എങ്ങനെ എടുത്തു? ദത്തെടുത്തിട്ട്, അതിനെ ഹൃയാത്യോസ്ലാ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു മകന്റെ സ്ഥാനത്ത് ആക്കി വെക്കുക. മനസ്സിലായോ? ഒരു മകന്റെ സ്ഥാനത്ത് നമ്മളെ ആക്കി വെക്കാനാണ് പറഞ്ഞ് അവന് തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. നമ്മുടെ വല്യപ്പൂപ്പൻ പള്ളി പണിതിട്ടോ നമ്മുടെ പിതാക്കന്മാരെന്തെങ്കിലും പുണ്യകർമ്മം ചെയ്തിട്ടോ ഒന്നല്ല, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു, മകന്റെ സ്ഥാനത്താക്കി വെച്ചു. അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വം. ഒന്നും നമ്മൾ കൊടുത്തില്ല, യാതൊന്നും കൊടുത്തില്ല. വില കൊടുത്തത് അവന്. നമുക്കിത് ഫ്രീ ആയിട്ടാ കിട്ടിയത്. അത് റോമാലേഖനം ഒന്നും എടുത്ത് ഞാൻ വായിപ്പിക്കുന്നില്ല, അതിന്റെ 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നു. 4-ാമത്തെ കണ്ടോ? എന്നിട്ട് നമ്മളെ അവനെ വീണ്ടെടുത്തു, സൗജന്യ കൊച്ചിക്കായി ദേഹത്തിന് നമ്മെ മുൻനിയമിച്ചു, പ്രീ അപ്പോയിന്റ് ചെയ്തു. കണ്ടോ? സൗജന്യമായി നൽകിയ കൃപാമഹത്വം നമ്മളെ വീണ്ടെടുത്തു, ജ്ഞാനവും വിവേകവും നൽകി, ആ മർമ്മം നമ്മളോട് അറിയിച്ചു. 9-ാമത്തെ വാക്യം, അവകാശം നൽകി. 1:11 വരുമ്പോ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു. 14-ാമത്തെ വാക്യം വരും. ഇത്രയും കാര്യം തമ്പുരാൻ ചെയ്തതാ. മനസ്സിലായോ? ഇതെല്ലാം ചെയ്തിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞവൻ തൻ സ്വന്തം ഇനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടു. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തു, നമ്മളെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ മുൻനിർണ്ണയവും ദൈവത്തിന്റെ ഇഷ്ടവുമാണ്. അവന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് നമ്മളെ അതിക്രമങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. അവന്റെ കൃപാദനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണ്ണയം വെച്ച എന്റെ പ്രസാദത്തിനൊക്കെ വേണം. ഞാനീ 18 കൊല്ലം നടന്നെന്ന് പറയുമ്പോഴും തമ്പുരാൻ മുന്നമേ നിർണയിച്ച എന്തുവാ? അവൻ മുൻനിർണയിച്ചു. അവന്റെ മുന്നമേ ഉള്ള തീരുമാനം. അന്നാക്കണ്ടത്തില് വൈദ്യുതി സ്തോമാഭാഗം വെച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നുള്ള അവൻ തീരുമാനിച്ച അതേ നടക്കത്തുള്ളൂ, അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. കണ്ടോ? മുൻ നിയമിച്ചു. അവന്റെ മുൻ നിർണയം, മുൻ നിയമനം. അവന് നാം അവകാശം പ്രാപിച്ചു. ഉണ്ടോ? മക്കളായപ്പം തന്റെ തിരുഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിന്റെ നിർണയപ്രകാരം അവന്റെ തീരുമാനമായത്. നമ്മളെ പണ്ടത്തെയൊക്കെ സമുദായത്തിൽ കൊണ്ട് മക്കളെ കൊണ്ട് പള്ളി നേർച്ച കൊടുക്കുന്ന പോലെ അവരുടെ കൊണ്ട് അടിമ വെക്കുന്ന പോലെ ഒന്നുമല്ല. അവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ട മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ വീഴ്ചയ്ക്കായിട്ട് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണ ആ 15 പറയാം, അത് നിമിത്തം അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം. വല്ലപ്പോഴും അല്ലേ അങ്ങമാൻഡിയെ വല്ലപ്പോഴും ഒക്കെ അല്ല, ഇടപെടാതെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ശരിയുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിച്ചോണം. ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവം മഹത്വമുള്ള പിതാവാൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ആ 2-3 കാര്യങ്ങളാ ഞാൻ പറയാൻ വരുന്നത്. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശയില്ലതെന്നും
വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹമാദിനെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് പറയാം, എന്റെ ഒരൊറ്റ പ്രാർത്ഥന ഇപ്പൊ എന്താ, വാസ്തവത്തിൽ എന്താണെന്നറിയാം, ഈ വാസ്തവത്തിൽ വീണ്ടും ജനനം മൂലം ഒരു വിശ്വാസി ദൈവത്തിന്റെ മകനായിത്തീരുന്നു. ദൈവം ദത്തെടുക്കുമ്പോൾ അപ്പോൾ തന്നെ അവൻ അവകാശിയുമായിത്തീരുക. എന്നാൽ ആ ദത്തവകാശം പൂർണ്ണമായി അനുഭവിക്കുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് ശേഷമാണ്. ആ ദത്തെടുത്തതിന്റെ അത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ അത് അറിയത്തില്ല. അത് കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും രൂപാന്തരവും സംഭവിക്കുന്ന വേളയിലാണ് അത് നടക്കുക. അന്നേരം നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ പ്രാപിച്ചത് എന്താന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്നിട്ട് പറയാണ് 5 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവിക ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആ 15-19. ഒന്ന്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ തരേണ്ടത്. കേട്ടോ? അപ്പുറത്തെ വീട്ടിലെ കർത്താവ് എനിക്ക് അതുപോലത്തെ ടൈലിടാൻ പറ്റണേ, കർത്താവ് എനിക്ക് അതുപോലത്തെ എനിക്ക് ലോൺ വെക്കണേ, ഇതൊന്നും അല്ല. എനിക്ക് എന്താ വേണ്ടത്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരണം. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതാ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരേണ്ടത്. ദൈവം മുൻപാകെ നമ്മൾ ജാഗരിച്ചാൽ മാത്രമേ അത് പ്രാപിക്കാനൊക്കെ. പാട്ട് പാടുമ്പം കൈ കൊട്ടുന്നതോ കീബോർഡ് വായിക്കുമ്പം കൈ കൊട്ടുന്നതോ അന്നേരം അന്യഭാഷ പറയുന്നു ഒന്നല്ല. ദൈവസന്നിധിയിൽ നമ്മൾ സമയമെടുത്ത് നമ്മൾ ജാഗരിക്കണം. എന്തിനാ? കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നീ തരണം. അത് എന്നാൽ മാത്രമേ അത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അത് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു അനുഭവജ്ഞാനമാണ്. എന്റെ കർത്താവിദാസൻ ഷാജി പാസ്റ്റർ സത്യം പറഞ്ഞ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. എവറി ഡേ, ഓരോ ദിവസവും ഞാൻ എൻ്റെ കർത്താവിനെ അനുഭവിക്കുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഈ ഫോണൊന്നും അധികം എടുക്കത്തില്ല. ആളുകൾ ഒരു മോളെ എനിക്ക് ഇട്ടു. ആന്റി 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ആന്റി എന്നോട് സംസാരിച്ചില്ല, എന്നോട് പിണക്കം. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ, എനിക്കൊരു പിണക്കവും ഇല്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ അധികം സുഖമില്ലാതൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെ മക്കളോട് എനിക്കൊരു പിണക്കമില്ല, ഒരു ചക്കരയുമ്മ ഞാൻ തരുന്നെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്റെ സമയം മുഴുവൻ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇന്റിമസിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഒക്കെ ആത്മാവിനെ എനിക്ക് ലഭിക്കണം. എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ഈ ഫ്ലൈറ്റ് റൺവേയിൽ ഓടുന്ന പോലെ ഇവിടെ റൺവേയിൽ ഓടിക്കൊണ്ടിരുന്ന ഈ താഴെ നടക്കുന്ന എല്ലാം പട്ടി ഓടുന്നതും പൂറ്റി ഓടുന്നതും തെങ്ങും മാവും കമുങ്ങും അതും ഇതും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാണ്. അതുപോലെ നമ്മൾ ആത്മാവിൽ അങ്ങോട്ട് കുതിച്ചുയർന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കും. പണ്ടൊരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി നാട്ടുകാർ പറഞ്ഞു, സന്യാസി നിങ്ങൾ ഭയങ്കര ഒരു വിശുദ്ധനാ. എല്ലാരും അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സന്യാസി പറഞ്ഞു, ആമാ അപ്പടിയാ. അത് കഴിഞ്ഞുണ്ടെ പിന്നെ സന്യാസിയോട് പറഞ്ഞു, സന്യാസി അപ്പൊ ഒരു പെൺകൊച്ചു സന്യാസിയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. ഉടനെ സന്യാസിയോട് പറഞ്ഞു, സന്യാസി, നാട്ടുകാരൊക്കെ പറയുന്നത് നിങ്ങളൊരു ഭയങ്കര നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ സന്യാസി പിന്നെയും പറഞ്ഞു, ആമാ അപ്പടിയാ. അപ്പൊ കുറച്ചു നാള് കഴിഞ്ഞപ്പം അവര് മനസ്സിലാക്കി സന്യാസിയുടെ പെങ്ങള് മരിച്ചുപോയി, പെങ്ങളുടെ മോള അവിടെ വന്നതെന്ന്. അപ്പൊ പിന്നെ അവര് വന്ന് പറഞ്ഞു, അയ്യോ സന്യാസി, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, ആമാ അപ്പടിയാ. ആരെന്നാ പറഞ്ഞാലും ആമാ അപ്പടിയാന്ന് പറയാൻ കഴിയണം. അവര് പറയുന്നതിന്റെ പകരം പറയാനും, അവരൊന്ന് പറഞ്ഞാൽ 10 പറയാനും, അവരൊരു കുറ്റം കണ്ടുപിടിച്ചാൽ വേറെ 10 കുറ്റം കണ്ടുപിടിക്കാനും ഒന്നും നമ്മൾ സമയം കളയണ്ട. നമുക്കറിയേണ്ടത് നമുക്ക് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ അവൻ തരണം. അതിന് നമുക്ക് ദൈവം മുമ്പാകെ ജാഗരിച്ച് മാത്രമേ നമുക്കത് പ്രാപിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു അനുജ്ഞാനം, വെറുജ്ഞാനമല്ല, പുസ്തകത്തിൽ എഴുതിയേക്കുന്നതല്ല. യു മസ്റ്റ് ടേസ്റ്റ് ഹിം ഗുഡ്.
യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഇത്രയും പറഞ്ഞെടുത്ത് ഞാൻ എന്റെ ഒരു കൊച്ചു സാക്ഷ്യം, ഒരു കുഞ്ഞു സാക്ഷ്യം പറഞ്ഞു. 95,500 രൂപ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. കഴിഞ്ഞ കീമോയ്ക്ക് അവിടെ ചെന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നെ അവിടെ കീമോ സൂട്ടിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മോൻ മരുന്ന് മേടിക്കാൻ ഇങ്ങനെ ഫാർമസി നിൽക്കുക. മോൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മേ പൈസ തികയത്തില്ല, അവര് വേറെ ഏതാണ്ട് എക്യുപ്മെന്റ് ഒക്കെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഇവിടെ തന്നിട്ടുണ്ട്, അതിനും കൂടെ വരുമ്പോ ഒരു 3,500 രൂപ വേണമെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൊച്ചെന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ 16 വയസ്സിൽ അവിടെ അമ്മ മരിച്ചു പോയതുകൊണ്ട് അവൾ എന്നെ മമ്മ എന്നാ വിളിക്കും. അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മമ്മ എവിടാ? ഞാൻ പറഞ്ഞു, മോനെ ഞാനിവിടെ, ഇന്ന് എനിക്ക് കീമോ ഉണ്ട്, ഞാൻ കാരിത്താസിൽ. എന്നാൽ മമ്മയ്ക്ക് ക്ഷീണമാണെങ്കിൽ വെച്ചേരും, ഞാൻ പിന്നെ വിളിക്കാം, അടുത്ത മാസം ഞാൻ വരുന്നുണ്ട്, അപ്പൊ വന്ന് കാണാന്ന് പറഞ്ഞ് അവൾ ഫോൺ ക്ലോസ് ചെയ്തു. ഇടീന്നൊരു ശബ്ദം എന്റെ ഫോണിൽ നോക്കിയപ്പോൾ അവൾ 5,000 രൂപ ഇട്ട് തന്നേക്കും. എനിക്ക് 3,500 മതി. അപ്പൊ എന്നെ കൊണ്ടുപോയ ഒരു ദേവദാസനും ഭാര്യയുണ്ട്, എന്റെ കൂടെ നിൽക്കാൻ ഒരു സഹോദരി വേണ്ടിയുണ്ട്. ഒരു ദിവസം തന്നെ ഭാര്യയുമായിട്ട് വന്നു, വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വേറൊരു ദേവാസം വന്നു. ആ ദേവാസന് 1,000 രൂപയും കൊടുത്തു, ഈ കൊച്ചിന് 500 രൂപയും കൊടുത്തു. 5,000 രൂപ കറക്റ്റ് ദൈവം എനിക്ക് ഇട്ടു തന്നു. ഇത് ഞാൻ ആരോട് മേടിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവളെ പൈസ തികയാതെ വന്നപ്പോഴേ മോളിൽ നിന്ന് ഈ കൊച്ചിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചേച്ച് ഈ പൈസ ഇട്ടു. കണ്ടോ? മനസ്സിലായോ? ഈ ദൈവത്തെ, അത് അനുഭവജ്ഞാനം എന്ന് പറയും. ഇത് അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. മുമ്പേ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസയുടെ എഴുതി, അത് മസാലയുടെ എഴുതി, മല്ലിപ്പൊടിയുടെ എഴുതി, കടുകിന്റെയും ജീരകത്തിന്റെ. ഞാൻ അന്നേരം ഓർത്ത്, കർത്താവിൻദാസന് ഇത്രയൊക്കെ അറിയാവോ? ചിലതൊക്കെ വരുമ്പോൾ 10 രൂപയുടെ എന്നൊക്കെ എഴുതണം, ചെറിയ ചെറിയ സാധനങ്ങൾ. അതൊക്കെ പാക്കറ്റിന് അത്രയുള്ളതെന്നൊക്കെ അറിയാമല്ലോ എന്ന് ഞാൻ ഓർത്ത്. അടുക്കള കാര്യം കൂടെ കുറച്ചൊക്കെ അറിയാമെന്ന് എനിക്കപ്പം മനസ്സിലായി. എല്ലാം കറക്റ്റായിട്ടാ പറഞ്ഞത്. അത് കടുകരക്കിലോ എന്നൊന്നും കയറി പറഞ്ഞില്ല. അപ്പൊ അതേതായാലും അത് നന്ന് എന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ അനുഭവജ്ഞാനം. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള അനുഭവജ്ഞാനം അത് പരിശുദ്ധാത്മാവാണ് ലൂടെയാണ് നമ്മളിത് പ്രാപിക്കുന്നത്. ഹോളി സ്പിരിറ്റ്. രാവിലെ എഴുന്നേറ്റ ഉടനെ, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഐ വെൽക്കം യു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ട്രസ്റ്റ് യു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യും, ഞാൻ നിന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഐ നീഡ് യു ഹെൽപ്പ്, എന്നെ സഹായിക്കണം എന്നും രാവിലെ പറയണം. 10 പൈസയുടെ മുടക്കുണ്ടോ മക്കളെ? പരിശുദ്ധാത്മാവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അതാ. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കാൻ പരിശുദ്ധാത്മാവിനുമല്ല, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നീ എന്നെ സഹായിക്കണം. എന്താ പറഞ്ഞ? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് എന്റെ കാലിന്റെ 2 പത്തിയും നമ്പ മരവിച്ചായിരിക്കുന്നത്, അതിന് ചലനശേഷിയില്ല. ഈ കീമോ കൊണ്ട് ഞരമ്പുകളെല്ലാം ഡെഡായതാ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ആ കട്ടിലായിരുന്നു, ഞാൻ പറയും, ഹോളി സ്പിരിറ്റ് എന്റെ കയ്യെ പിടിച്ചോണേ. എഴുന്നേറ്റ് ബാത്റൂമിലോട്ടൊക്കെ പോകുമ്പോ ഹോൾ മൈ ഹാൻഡ്, എന്റെ കയ്യെ പിടിക്കണേ. ഞാൻ തന്നെ പോകും ബാത്റൂമിൽ, ബാഗ് ഇത് ചെയ്യും, തന്നെ അവിടെ നിന്ന് കുളിക്കും. അന്നേരം എല്ലാം ആരാ എന്റെ കയ്യെ പിടിച്ചേക്കുന്നത്? പരിശുദ്ധാത്മാവ്. ഉണ്ടോ? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഇതിൽ മാത്രമേ ആ ദൈവത്തെ കുറിച്ചുള്ള ഒരു അനുഭവജ്ഞാനം നമുക്കുണ്ടാകും. എന്നിട്ട് പറയണെന്ന്, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മള് ഈ റെയ്ബന്റെ ഗ്ലാസ് വെക്കുന്നുണ്ട്, നല്ല ഫ്രെയിം ഉള്ളത് വെക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത്. അത് നമ്മൾ ഈ വാസ്തവത്തിൽ ഈ പുതിയ നിയമത്തിൽ എങ്ങും കാണാൻ, വേറെ എങ്ങും കണ്ടില്ല. മാനസികവും ആത്മീയവുമായ സകല കഴിവുകളും ഉൾക്കൊള്ളുന്ന ബുദ്ധി അഥവാ മുഴുവൻ ആത്മം പ്രകാശിക്കുന്നത് ആവശ്യമാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, അത് പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞ്, പരിജ്ഞാനത്തിന് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോ എന്താ പറയുന്നത്? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയും. എന്തിനാവും നമ്മളെ വിളിച്ചത്? എന്താ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയും. എന്തിനാ നമ്മളെ വിളിച്ചത്? ഇവിടെ വലിയ കാറും വീടും ഓടിക്കാറും BMW ബെൻസും ഒക്കെ തന്നിട്ട് ഇതിലെ ഇങ്ങനെ മിന്നിച്ച് നടക്കാനല്ല
അവന്റെ വിളിയാലുള്ള ആശ എന്നാന്ന് ചോദിച്ചാൽ അത് നിത്യതയിലേക്ക് അവരലിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നീ ചേർക്കേണ്ടതിന് ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞു. ഉണ്ടോ? എന്താ അവന്റെ ആശ? ഇവിടെ നമ്മളെ കിടക്കാൻ ഇട്ടേച്ചു പോകാനുമല്ല, അത് നിത്യതയിലേക്ക് അവരിൽ ചൂണ്ടുന്നത്. മനസ്സിലായേ? ദൈവം നമ്മെ വിളിച്ചപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉണ്ടായിരുന്ന താല്പര്യം എന്താണ്? അത് നാം നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളതാണ്. അതാ ദൈവത്തിന്റെ ആഗ്രഹം. നിതീഷേ, ബോറടിക്കുന്നുണ്ടോ? മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അതാ, നിത്യതയിൽ നമ്മളെ കാണണം. അവൻ നമുക്ക് ഭവനം ഒരുക്കുക. ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഈ 4th സ്റ്റേജാന്ന് പറഞ്ഞിട്ടും എന്റെ വീട് പണി തീരാത്തോണ്ടാ എന്നെ കൊണ്ടുപോകാത്ത. തങ്കമാമിക്ക് സന്തോഷം വരും. അപ്പൊ ആ ദൈവത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ കാണണം. നാം നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനെ പോലെ കാണണമെന്നുള്ള താല്പര്യമാണ് ദൈവത്തിന്റെ താല്പര്യം. അത് മനസ്സിലായോ? അതാണ് അവന്റെ ആഗ്രഹം. നാം അങ്ങനെ ആ വിളി ആ വിളിയാണ് നമുക്ക് വേണ്ടത്. ആ വിളി കേട്ടവരാ നമ്മള്. റോമാലേഖനം 8:30 എടുത്ത് വെറുതെ ഒന്ന് വായിച്ചു. അതാണെന്ന് തോന്നി, ഞാനങ്ങ് പെട്ടെന്ന് പറയുന്ന. റോമർ 8:30 വായിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കണ്ടോ നമ്മള് നേരത്തെ ഇവിടെ പറഞ്ഞു, മുൻനിർണയപ്രകാരം വിളിച്ചു. മോളെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കണ്ടോ? അവന്റെ വിളിയാലുള്ള ആശ അതാ. ദൈവം ഇന്നും വിളി തുടർന്നുകൊണ്ടേയിരിക്കുക. മാനസാന്തരത്തിലും ശുദ്ധീകരണത്തിലും നോക്കിക്കേ, അതിനു വേണ്ടി നമ്മളായി റെഡിയായി തീരാനാ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇനി 4-മത്തെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ നോക്കിക്കേ, അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. അതല്ലേ അവന്റെ വിളിയാലുള്ള ആശയം എന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം അറിയുവാൻ വിശുദ്ധന്മാരുടെ അവകാശം ദൈവത്തിലാ. അവരുടെ അവകാശം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, അവകാശത്തിന്റെ മഹിമാധനം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ അവകാശം ദൈവത്തിലാ. അത് ചിലപ്പോൾ മനസ്സിലാക്കാതെ പോയി എന്ന് വരും. ദൈവത്തിന്റെ ജ്ഞാനം, മഹത്വം, ഇവയുടെ നോക്കിക്കെ ഈ പ്രദർശന കേന്ദ്രമാണ് ദൈവസഭ. ദൈവത്തിന്റെ ജ്ഞാനം, മഹത്വം, ഇവയുടെ പ്രദർശന കേന്ദ്രമാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭ. ശരീരമുള്ളിടത്ത് തലയായ ക്രിസ്തുവുണ്ട്. ഈ അവകാശം ഒരു മഹിമാധനമാണ്. അതാ പറഞ്ഞേ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. മനസ്സിലാവുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 ഒന്ന് ഓടിച്ചു നോക്കിക്കുക. അതാണോ? ചിലപ്പോ ഇങ്ങനെ മറന്നൊക്കെ പറയും. 1 കൊരിന്ത്യർ 6:19-20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ?
ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ നാട്ടുകാർ കാണിക്കുന്ന കോക്കാമ്പീറ്റ് കാണിക്കല്ലേ പ്ലീസ്. ഈ വചനമൊക്കെ ഗ്രഹിക്കുന്ന ഇത്രയും വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ അരിപാസ് ചെയ്യുന്ന പോലെ മീറ്റിംഗ് ആരും ചെയ്യുന്നില്ലെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. മനസ്സിലായില്ലേ? ഈ വചനം മനസ്സിലാക്കിയേ. നമ്മൾ ആരെ പ്രസാദിപ്പിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, എത്ര വ്യക്തമായിട്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാട്ടുകാരെ കാണിക്കുന്ന കോക്കാമ്പിച്ച് കാണിക്കല്ലേ. കണ്ടത്തിൽ ആന്റിക്ക് എങ്ങനെ പറയാം? എന്നാ കണ്ടത്തിൽ ആന്റി ഇവിടെ ഒരു പൊട്ടിട്ട് ഇവിടെ ഒരു പൊട്ടിട്ട് ഇവിടെയും പൊട്ടിട്ട് മുകളിൽ കൂടെ കണ്ണെഴുതി താഴെ കൂടെ കണ്ണെഴുതി നടന്നവരാണ്. പക്ഷെ തമ്പുരാനെ കണ്ടു കഴിഞ്ഞപ്പം ലാഭമായിരുന്നൊക്കെ ഛേദം എണ്ണി ചപ്പും ചവറെന്ന് ഞാൻ എണ്ണി കേട്ടോ. അല്ലാതെ ഇപ്പം 100ാമത്തെ വയസ്സിലല്ല ഇതൊന്നും പറിച്ചു കളഞ്ഞു, അന്ന് കളഞ്ഞു. മനസ്സിലായില്ലേ? തിരിച്ചറിവാണ്. ഞാനൊരിക്കൽ അന്നൊക്കെ 2 ഗ്രാമിന്റെ ഒരു മാലയിൽ ഒരു പേളിന്റെ ചെറിയ ലോക്കറ്റ്, അത്ര ഇടത്തുള്ളൂ. 2 ചെറിയ പേളിന്റെ ചെറിയ മുട്ടുകമ്പല്, പേളിന്റെ ഒരു റിങ്, പേളിന്റെ ഒരു ബ്രേസ്ലെറ്റ്. ഇതായിരുന്നു. ഞാൻ അതിൽ കൂടെ ഒന്നും ഇടത്തില്ല. 2 ഗ്രാം കുഞ്ഞൊരു മാല. ഒരു ദിവസം ഞാനിങ്ങനെ കണ്ണാടിയുടെ എന്താണെന്ന് കർത്താവിനോട്, ദൈവകൃപ വരുന്നതിന് മുമ്പ്, നീ ഇതെല്ലാം ചെയ്താലും നിന്റെ കൈ വെച്ച ഒരു രോഗി സൗഖ്യമായില്ലേ, പിന്നെ എന്നാ ഗുണമെന്ന് എന്നോട്. ഇതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എന്തോ ചെയ്തതിൽ എന്താ ഗുണം? നിന്റെ കൈ വെച്ചാൽ ഒരു രോഗി സൗഖ്യമാകുന്നില്ലെങ്കിൽ, നീ വിരലി കൊണ്ടുമ്പോ ഒരു ഭൂതം അലറി ഓടുന്നില്ലെങ്കിൽ, എന്തിനാ മോളെ ഇതൊക്കെ? ആലോചിക്കും. ബിന്ദു പിണങ്ങല്ലേ അമ്മച്ചേന എങ്ങനെയൊക്കെ കിടന്നങ്ങ് പറയുന്നെന്ന് ചോദിച്ചാ സത്യമാ പറയുന്നു കേട്ടോ. ലിൻഡായെ ആരാ? ലിൻഡ. പിണക്കമുണ്ടോ? 2 പേരുണ്ട്. 2 പേരും ചിരിക്കുന്നുണ്ട്. പിണക്കമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കേ, ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. അവന്റെ ശക്തിയുടെ ഞാന് ഒരു കൊച്ചുദാഹരണം പറഞ്ഞു, ഞാനിപ്പോ വേഗം നിർത്തും. ഈ തൊണ്ട വയ്യാത്ത കൊണ്ടുവിടാ, പിന്നെ ഈ ഇരിപ്പ് എനിക്കത്ര, ഞാൻ ഇവിടെ ഒരു കസേരയിലൊക്കെ തട്ടിക്കുട്ടിയായിരിക്കുന്നു. ഞാൻ ഈ എന്റെ മൂത്ത മോന് 15 വയസ്സ്. ഞാൻ മോന്റെ വൈഫിന് അസുഖമില്ലെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തോട്ട് ഓടിയാണ്. അപ്പം ഞങ്ങള് ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അവന് ക്യാൻസർ 3rd സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയുന്നു. അപ്പൊ കർത്താവ് എന്നോട് 2018 പറഞ്ഞു, എന്റെ ദാസിയെ 2 പേര്, ഒരാൾ അപ്പക്കാരന്റെ പ്രമാണിയും മറ്റവൻ പാനപാത്ര വാഹനവും, ഒരുത്തൻ മകൻ മാറ്റപ്പെടും, മറ്റവൻ തന്നെ നിയോഗത്തില്. അന്നേരം നമ്മുടെ വിചാരം നമ്മൾ കാര്യമൊക്കെ ചെയ്താൽ തരുമെന്ന്. പക്ഷെ കർത്താവ് തന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ല. പക്ഷെ എനിക്ക് 2 കാര്യം വേണം. ഒന്ന്, ആ ഹോളിനകത്ത് നിന്റെ പ്രസൻസ് വേണം. ഈ കണ്ടത്തിക്കാരെല്ലാം കൂടെ വന്നിട്ട് എന്നെ നീ ഒട്ടാൻ പോയതല്ലേ, പാടാൻ പോയതല്ലേ, എന്നിട്ട് എന്താന്ന് ചോദിച്ചു ഇവരെന്നെ അപമാനിക്കുക. അപ്പൊ അവിടെ നിന്റെ പ്രസൻസ്, നിന്റെ സാന്നിധ്യം അവിടെ അനുഭവം. 2, ഞാൻ കരയാൻ പാടില്ല. കാര്യം അവനുമായിട്ട് അതുപോലെ എവിടെ ഏത് രാജ്യത്ത്, അവന് ലെബനോനിൽ പോയാലും, അവന് പിന്നെ ദുബായിലായിരുന്നു, പിന്നെ കോങ്കോ ബ്രാസവില്ലയില് റീജിയണൽ മാനേജറിന് അവരുടെ എയർലൈൻ്റെ, ഇങ്ങനെ എല്ലാം വലിയ വലിയ പൊസിഷൻ. എവിടെ ഇരുന്നാലും എന്നെ വിളിക്കും. ഒന്നീ മോട്സ് എന്ന് വിളിക്കും, മുടി അന്ന് ബോബി ചെയ്യുന്നതുകൊണ്ട് മോട്സ്, അല്ലെ AK എന്ന് വിളിക്കും. ഞാൻ എല്ലാരെയും ഫയർ ചെയ്യുന്നതുകൊണ്ട് AK-47 AK എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങൾ തമ്മിൽ, അപ്പൊ അവന്റെ മരണം കഴിഞ്ഞിട്ട് കോങ്കോ ബ്രാസവില്ലയിലെ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുക, he used to say that let me call AK. one day ഞാൻ ചോദിച്ചു, സാർ ആരാ AK? ദാറ്റ്സ് മൈ മം എന്ന് പറഞ്ഞു. അങ്ങനെ അത്ര അടുപ്പമായിരുന്നു. അപ്പൊ അവന്റെ വേർപാട് എന്നെ അതുപോലെ. അപ്പൊ എന്നോട് അന്ന് സതീഷ് പാസ്റ്റർ ചോദിച്ചു, ആന്റി 2 വാക്ക് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് സതീഷ് പാസ്റ്റർ, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം അപ്പൊ ഞാൻ ഹോളൊക്കെ ഭയങ്കര മനോഹരമാക്കിയാ പറ്റും. പക്ഷെങ്കില് ജോസ് ജോർജിന്റെ ഒരു പാട്ട്, നീ മാത്രം മതി അങ്ങോട്ട് പാടുകയും, എന്റെ ദൈവമക്കളെ ഒരത്യന്ത ശക്തി എന്റെ മേലറിയും. നമ്മൾ ഈ പെന്തിക്കോസിൽ പറയുന്ന പോൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഇങ്ങനൊക്കെ നമ്മൾ പ്രസംഗത്തിൽ പറയുന്ന പോലെ യു ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അത് നമ്മൾ അനുഭവിക്കണം. ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇലക്ട്രിക് ലൈനിൽ നിന്ന് കറണ്ട് ഇറങ്ങുന്ന പോലെ എന്റെ ദേഹത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ ബൈക്ക് ഞാൻ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് നടക്കുക.
ഞാൻ എന്നിട്ട് ചോദിക്കുക, എത്ര പേർക്ക് പറയാൻ കഴിയും ഇത്? പിന്നെ നീ മാത്രം മതിയെന്ന് എത്ര പേർക്ക് പറയാം? ധൈര്യമുള്ളവർ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ അനുശാസനം പറയാനൊക്കത്തില്ല. ഇപ്പൊ അത് നെറ്റ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. അനുശാസനം പറയാനൊക്കത്തില്ല. എന്റെ മോൻ അവന്റെ അപ്പന്റെ അടുത്ത് പോനെ എന്തിനാ അനുശാസനം പറയും? എന്നെ ഒന്ന് അനുമോദിക്കാൻ പറഞ്ഞു. 2 ആൺപിള്ളേരുണ്ട്, 2 പേരും ദൈവത്തെ അറിയുന്നവർ. അനുശോചനം ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഞങ്ങളുടെ ഡാഡി എന്റെ ഹസ്ബൻഡിനെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് അവൻ പോയി. അതിനകത്ത് ചെറിയ പരിഭവമുണ്ട്. പക്ഷെ ദൈവം എന്നോട് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ദൈവശക്തി വന്നപ്പം അതെന്റെ വ്യക്തിത്വത്തെ മാറ്റി, എന്റെ ആ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്തു. വിതുമ്പിച്ചറിയുന്ന ഒരു അമ്മയിൽ നിന്ന് കരുത്തുള്ള ഒരു സ്ത്രീയായിട്ട് ഞാൻ മാറി. എന്നോട് ബാബുച്ചെറിയാൻ പാസ്റ്റർ ചോദിച്ചു, അനാന്റിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? എന്നെ കൊണ്ട് പറ്റിയല്ല. അദ്ദേഹം പറഞ്ഞു, ഈ ദൈവശക്തി, അവന്റെ ശക്തിയുടെ ആളം വലിപ്പം ഇന്നത്, അതിനെ മെഷർ ചെയ്യാൻ ഒക്കത്തില്ല. 1 ഹോഴ്സ് പവർ, 2 ഹോഴ്സ് പവർ, 5 ഹോഴ്സ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിനെ മെഷർ ചെയ്യാനൊക്കത്തില്ല, അതിന് അളക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞ ഇതിന്റെ ലാസ്റ്റ് ഡേ നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിക്കോണം. ആളവറ്റവൻ, അവന്റെ നോക്കിയേ വലിപ്പം, ആ ശക്തിയും അതിന്റെ ബലം എന്താ, അതിന്റെ മഹത്വം എന്താ, ഇതെല്ലാം അടങ്ങുന്നതാ. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഹൃദയത്തിലൊന്ന് പ്രകാശിക്കണം. എന്നിട്ട് അടുത്ത ഒരു വാക്യം എനിക്ക് അതുകൊണ്ടാ വലിയ ഇഷ്ടമുണ്ട്. അത് ഇതിനകത്ത് ഞാൻ എഴുതിയില്ല. പക്ഷെ അങ്ങനെ അവൻ 20ാമത്തെ വാക്യം എഴുതുക. ഇത് വായിച്ചാട്ട് മോളെ. ക്രിസ്തുവിലും വ്യാപരിച്ച്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ തന്റെ വലതുഭാഗം. മതി. അപ്പൊ ഈ ദൈവശക്തി മരിച്ച് 3-ാം പക്കം ഈ ക്രിസ്തുവിലേക്ക് കടന്നപ്പോ അവനെ മരിച്ചവരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ ഇതിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് ഈ ദൈവഭക്തിയാ. അല്ല നീ കുടിക്കുന്ന ബൂസ്റ്റും മോൺവിറ്റായും ഒന്നുമല്ല. കൊണ്ടുവന്നെങ്കിൽ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഞാൻ ഈ പ്രതിസന്ധി കൂടെ പോട്ടെ, ഈ ദൈവശക്തിയിലുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഞാൻ ദൂത് വിളിച്ചു പറയാം. അറിയില്ല പ്രയാസമാണോ? മഴയിലിരിക്കെ ആരിരിക്കെ തോളത്തില്ല ഒരു കാര്യം. നിന്നെ 75 വയസ്സ് 76 വയസ്സുള്ള അന്നക്കണ്ടത്തിൽ വേണ്ടി ഓത്ത സ്റ്റേജ് എന്ന് പറഞ്ഞ് അന്നക്കണ്ടലാണ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതവനിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ആ ശക്തി, ഈ അത്യന്ത ശക്തി അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപനത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന വഴിയമോദല്ല, പെട്ടികടല്ല, ഇവിടുത്തെ സൂപ്പർ വേണ്ടിയല്ല, വിശ്വസിക്കുന്ന വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ വലിപ്പം എന്താന്ന് ഗ്രഹിക്കും. എത്ര പേര് ഇന്ന് കൈപൊക്കി പറഞ്ഞേ ഞാൻ ഇത് സ്വീകരിക്കും, വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി അവന്റെ ശക്തി അവരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാൻ അനുഭവിച്ചറിയും. പറ. വിവരങ്ങളിൽ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം.